എത്തിയ ഒരാളുടെ തലച്ചോറിലും 10,000 കോടി ന്യൂറോണുകൾ മാത്രമേയുള്ളൂ. ന്യൂറോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടാകുന്നില്ല എന്നർത്ഥം. എന്നാൽ ന്യൂറോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ബന്ധത്തിലാണ്, അതല്ലെങ്കിൽ ന്യൂറോണുകളുടെ ജംഗ്ഷനാണ്, 2 ന്യൂറോണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജംഗ്ഷനാണ് സിനാപ്സ് എന്ന് പറയുക. ഈ സിനാപ്സ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഓരോ ന്യൂറോണും ഏകദേശം 2500 സിനാപ്സുകൾ ഉണ്ടാക്കിയിരിക്കും. അതിനർത്ഥം ഓരോ ന്യൂറോണും 2500 ന്യൂറോണുകളുമായി ബന്ധം സ്ഥാപിച്ചുകൊണ്ടാണ് കുഞ്ഞ് ജനിക്കുന്നത് എന്നാണ്. എന്നാൽ 3 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പരിശോധിച്ചാൽ ഓരോ ന്യൂറോണും 15,000 മറ്റ് ന്യൂറോണുകളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടാകും. അഥവാ 15,000-ഓളം സിനാപ്സുകൾ രൂപപ്പെട്ടിട്ടുണ്ടാകും. പ്രായപൂർത്തിയെത്തിയ അല്ലെങ്കിൽ ഒരു 12 വയസ്സുള്ള അഡോളസൻസിലെത്തിയ കുട്ടിയുടെ തലച്ചോറ് പരിശോധിച്ചാലാകട്ടെ ഏകദേശം 7,000-ഓളം സിനാപ്സുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അഥവാ 2,500-ൽ നിന്ന് തുടങ്ങി 3 വയസ്സാകുമ്പോഴേക്ക് 15,000 ആവുകയും പിന്നീട് പിന്നോട്ട് പോയി 7,000-ലെത്തുകയും ചെയ്യുന്നു. എന്നാൽ 12 വയസ്സിന് ശേഷമുള്ള കുഞ്ഞിൻ്റെ തലച്ചോറിലുള്ള സിനാപ്സുകളുടെ എണ്ണത്തിൽ കാര്യമായ വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. ഇത് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ സിനാപ്സുകൾക്കകത്താണ് വിവരങ്ങൾ, നമ്മൾ ഇപ്പോൾ ഇവിടെ പലതും ചർച്ച ചെയ്ത ഇൻഫോർമേഷൻ ശേഖരിക്കുന്നത്. ഈ ഇൻഫോർമേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് അറിവ് എന്ന സങ്കല്പത്തിലേക്ക്, അറിവ് എന്ന സംജ്ഞയിലേക്ക് ആളുകൾ എത്തുന്നത്. ഈ സിനാപ്സുകൾക്കകത്ത് ശേഖരിക്കപ്പെടുന്ന അറിവ്, ഇൻഫോർമേഷൻ, ആ ഇൻഫോർമേഷൻ എന്തടിസ്ഥാനത്തിലുള്ളതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരിക്കും കുട്ടിയുടെ സംസ്കാരം എന്ന് ഇന്ന് എടുത്തു പറയുകയാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനെ പോലെയുള്ള സംഘങ്ങൾ. വളരെ ചുരുക്കി പറഞ്ഞാൽ 3 വയസ്സുവരെയുള്ള സമയത്ത് കുട്ടിയുടെ തലച്ചോറിൻ്റെ ഹാർഡ്വെയർ രൂപപ്പെടുത്തുമെന്നും 10 വയസ്സാകുമ്പോഴേക്ക് അല്ലെങ്കിൽ 12 വയസ്സാകുമ്പോഴേക്ക് അഡോളസൻസിലെത്തുമ്പോഴേക്ക് കുട്ടിയുടെ തലച്ചോറിൽ ഉള്ള തലച്ചോറിൻ്റെ സോഫ്റ്റ്വെയറും അടിസ്ഥാന പ്രോഗ്രാമുകളും രൂപപ്പെടുത്തുമെന്നും അതിനുശേഷം ഉള്ള പ്രോഗ്രാം അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നും വിശദീകരിക്കപ്പെടുകയാണ്. ഒന്നുകൂടി അടുക്കളയുടെ ഭാഷയിൽ പറഞ്ഞാൽ 3 വയസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ജനിക്കുന്ന കുഞ്ഞ് യഥാർത്ഥത്തിൽ ഒരല്പം ഗോതമ്പ് പൊടി മാത്രമാണ്, ഗോതമ്പ് മാവ് മാത്രം. ആ ഗോതമ്പ് മാവായ കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ എന്താണ് അതിൽ നിന്ന് ഉണ്ടാക്കേണ്ടത്, എന്താണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്, ചപ്പാത്തിയാണെങ്കിൽ, ഭൂരിയാണെങ്കിൽ, നെയ്യപ്പമാണെങ്കിൽ അതിനനുസരിച്ചുള്ള വസ്തുക്കൾ ചേർത്തെടുത്ത് കുഴച്ചെടുത്ത് പാകപ്പെടുത്തേണ്ട സമയമാണ് 3 വയസ്സ് വരെയുള്ള സമയം. അതിനുശേഷം 10 വയസ്സ് വരെയുള്ള സമയം അത് പരത്തിയെടുത്ത് ചുട്ടെടുക്കേണ്ട സമയമാണ്. അതിനുശേഷമുള്ള സമയം ആ ചുട്ടെടുത്ത വസ്തു ഭക്ഷിക്കേണ്ട, ഉപയോഗിക്കേണ്ട സമയമാണ് എന്ന് ചുരുക്കം. ഇവിടെ ഞാനിത് പറയുമ്പോൾ യഥാർത്ഥത്തിൽ 3 വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടിയുടെ ജീവിതത്തിലെ അടിസ്ഥാന ധാർമ്മികത രൂപപ്പെടുന്നു എന്നുള്ള വസ്തുതയാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനെ പോലെയുള്ള സംഘങ്ങൾ നമ്മുടെ മുന്നിൽ സൂചിപ്പിക്കുന്നത്. ഈ 3 വയസ്സ് വരെയുള്ള സമയത്ത് കുട്ടി വീട്ടിൽ നിന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുന്നത് അവൻ്റെ തലച്ചോറിൻ്റെ ഗതിവിഗതികളെ ശക്തമായി പഠിച്ചറിഞ്ഞ ആളുകൾ തയ്യാറാക്കിയ, ഞാൻ നേരത്തെ പറഞ്ഞ FMRIയും EEGയുടെയും എല്ലാം അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെട്ട വാണിജ്യവൽക്കരിക്കപ്പെട്ട പരസ്യങ്ങളുടെ ലോകമാണ് കുട്ടിയുടെ മുന്നിൽ തുറന്നു വെക്കുന്നത് എങ്കിൽ ആ കുട്ടി വാണിജ്യവൽക്കരിക്കപ്പെട്ട തലച്ചോറുമായിട്ടാണ് ജീവിക്കുക എന്നും ആ തലച്ചോറിന് നാം എന്ത് പേര് വിളിച്ചാലും അത് ലോകത്തെ കാണുക വസ്തുവായി കൊണ്ട് മാത്രമായിരിക്കുമെന്നും സ്നേഹവും അതേപോലെ മനുഷ്യബന്ധങ്ങളും അവിടെ ഉണ്ടാവുകയില്ല എന്നുമുള്ള വസ്തുതകളാണ് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷനെ പോലെയുള്ള സംഘങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്നു വരുന്ന ഒരു സമൂഹത്തിൻ്റെ ചിത്രം കൂടി നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ ഭീകരത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അമേരിക്കയിൽ ഈ കൈസർ ഫാമിലി ഫൗണ്ടേഷൻ 1996 നടത്തിയ പഠനപ്രകാരം അവിടെയുള്ള വിവാഹിതരാകുന്ന സ്ത്രീകളിൽ 96% വിവാഹപൂർവ രതിയിൽ, വിവാഹപൂർവ്വ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടവരാണ് എന്നാണ്. വിവാഹത്തിന് മുമ്പ് ശരാശരി അമേരിക്കക്കാരൻ വിവാഹത്തിന് 10 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ശാരീരിക ബന്ധം തുടങ്ങുമ്പോൾ ശരാശരി അമേരിക്കക്കാരി വിവാഹത്തിന് 7 വർഷം മുമ്പ് ബന്ധം ആരംഭിക്കുന്നു എന്നാണ് കണക്ക്. ഇവിടെ കേവലം ലൈംഗികതയിൽ മാത്രം അവസാനിക്കുന്നില്ല ഈ പ്രശ്നം. മറിച്ച് പുതിയ
തലമുറയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന അക്രമവാസനയും പുതിയ തലമുറയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വസ്തുഭ്രമവും വസ്തുക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കുവാൻ വേണ്ടി തീവ്രമായി അപകടകരമായി കലാപത്തിൻ്റെ മാർഗം ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഗതിയുമെല്ലാം യഥാർത്ഥത്തിൽ ന്യൂറോ മാർക്കറ്റിങ്ങിന് വിധേയമാക്കപ്പെട്ട തലച്ചോറിൻ്റെ സൃഷ്ടികളാണ് എന്ന് പറയുന്നത് ഏതെങ്കിലും മതമൗലികവാദി സംഘങ്ങളല്ല, മറിച്ച് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റായ APA.org എന്ന വെബ്സൈറ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മക്കളെ ടെലിവിഷൻ കാണിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രഗത്ഭരായ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞന്മാർ ഒരേ സ്വരത്തിൽ നമ്മളോട് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഭാരതത്തിലേക്ക് തിരിച്ചു വരേണ്ടി വരികയാണ്. നിങ്ങളുടെ ചട്ടുകത്തിലേക്ക്, നമ്മുടെ സമകാലിക സമൂഹത്തിൻ്റെ സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരേണ്ടി വരികയാണ്. എന്തുകൊണ്ടെന്നാൽ സമകാലിക സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹം, ആ സമൂഹത്തിൻ്റെ ധർമ്മം എന്താണ്, സംസ്കാരം എന്താണ് എന്ന് തിരിച്ചറിയേണ്ടി വരികയാണ്. ഇന്ത്യ രാജ്യം ഇന്ത്യയിലെ 41% ജനങ്ങളും പോവർട്ടി ലൈനിന്, ദാരിദ്ര്യരേഖയ്ക്ക് കീഴെയാണ് എന്നാണ് 2005 വേൾഡ് ബാങ്കിൻ്റെ കണക്ക്. എന്നാൽ ഇന്ത്യ രാജ്യത്ത് ഇന്ന് 2010 അവസാനിക്കുമ്പോൾ ഇന്ത്യയിലെ 13.4 കോടി വീടുകളിൽ ടെലിവിഷൻ ചാനലുകൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യ രാജ്യത്താകെയുള്ള വീടുകളുടെ എണ്ണം 22.3 കോടിയാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ആ വീടുകളിൽ 13.4 വീടുകളിൽ 4 കോടി വീടുകളിൽ ടെലിവിഷൻ ചാനൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. ഇന്ത്യയിൽ ഇന്ന് 515 ചാനലുകളുണ്ട്. അതിൽ 150ഓളം പേ ചാനലുകളാണ്. ഇന്ത്യ രാജ്യത്തെ 2011 ടെലിവിഷൻ രംഗത്തുള്ള ആളുകളുടെ കണക്കുകൾ പ്രകാരം 2011 എന്ന വർഷത്തിൽ ടെലിവിഷനിൽ നിന്ന് ഉണ്ടാകേണ്ട വിറ്റുവരവ് $11 ബില്യൺ അഥവാ 55,000 കോടി രൂപ. ഇത്തരം ഒരു സമൂഹത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത്. ആ ടെലിവിഷൻ നമ്മുടെ സംസ്കാരം നിർണ്ണയിക്കുന്ന, നമ്മൾ എന്താകണമെന്ന് നിർണ്ണയിക്കുന്ന, നമ്മളെന്ത് വാങ്ങണമെന്ന് നിർണ്ണയിക്കുന്ന, നമ്മൾ ഏത് രൂപത്തിൽ ചിന്തിക്കണമെന്ന് പ്രതികരിക്കണമെന്ന് നിർണ്ണയിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ലോകത്തിൻ്റെ മുന്നിൽ ഒരു പ്രതിരോധമായി നിലനിൽക്കുന്നത് വസ്തുതാപരമായി പറഞ്ഞാൽ ഇസ്ലാം മാത്രമാണ്. ജീവിക്കുന്ന ഒരു മതം എന്നുള്ള നിലക്ക് പ്രതിരോധമായി നിലനിൽക്കുന്നത് ഇസ്ലാം മാത്രമാണ് എന്നുള്ളതാണ് സത്യം. മാർക്കറ്റിങ്ങിൻ്റെ രംഗത്തെ 5 അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കുവാൻ വേണ്ടി മുതലാളിത്ത ലോകം എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ഈ മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് ലഹരിയാണ്. രണ്ടാമത്തേത് പെണ്ണിൻ്റെ യഥാർത്ഥത്തിലുള്ള ശരീര വിൽപ്പന തന്നെയാണ് രതിയും ലഹരിയും. ഇത് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവുകളെ പ്രചോദിപ്പിക്കുവാനാണെങ്കിൽ ആസക്തി വളർത്തിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ മാർക്കറ്റിങ്ങിലൂടെ നമ്മുടെയെല്ലാം തലച്ചോറുകളെ വസ്തുവൽക്കരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്നത് പ്രധാനമായും പെണ്ണിൻ്റെ സൗന്ദര്യത്തെയും അതേപോലെ ഈ രംഗത്ത് ആളുകളെ ചൂഷണം ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ലോട്ടറിയും അതേപോലെ പലിശയും. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ലോട്ടറിയും പലിശയും പെണ്ണിൻ്റെ ശരീര സൗന്ദര്യത്തിൻ്റെ പ്രകടനവും ലഹരിയും അതേപോലെ തന്നെ പെണ്ണിൻ്റെ ശരീര വിൽപ്പനയുമെല്ലാം മാർക്കറ്റിങ്ങിനെ സ്നിഗ്ധമാക്കുവാനുള്ള അടിസ്ഥാന സ്തംഭങ്ങളായി നിലനിൽക്കുന്ന ഒരു ലോകത്ത് ഇസ്ലാം മാത്രം പുറംതിരിഞ്ഞു നിൽക്കും. എന്തുകൊണ്ട് ഇസ്ലാം പുറംതിരിഞ്ഞു നിൽക്കും? തീർച്ചയായും ഇസ്ലാമികമായി പറയുമ്പോൾ ഈ 5 പ്രമാണങ്ങളോടും ഇസ്ലാം രാജിയില്ലാത്ത സന്ധിയില്ലാത്ത സമരത്തിലാണ്. നിങ്ങൾക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ ഒരു സംസ്കാരം എന്നുള്ള നിലക്ക് സ്വീകരിച്ചു കഴിയുന്ന ഒരു സമൂഹത്തിൻ്റെ സംസ്കാരമായി മതമായി അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് മാറാൻ യാതൊരു നിർവാഹവുമില്ല. ആ നിർവാഹമില്ലായ്മയിൽ നിന്ന് ഉടലെടുക്കുന്ന ആശയമാണ് ഇസ്ലാമിനെ തമസ്കരിക്കുക എന്ന ആശയം. അതിന് രാഷ്ട്രീയമായ ചില തലങ്ങൾ കൂടിയുണ്ട്. വിശദീകരണത്തിലേക്ക് പോകുവാൻ നിർവാഹമില്ല. നമുക്കറിയാം, ഗ്ലോബലൈസേഷൻ എന്ന് ആവർത്തിച്ച്
നാം കേട്ടുകൊണ്ടിരിക്കുന്ന പദം, അതിസുന്ദരമായ പദം, ലോകത്തിൽ എല്ലായിടത്തും എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റുകളും ലഭിക്കുവാനുള്ള സൗകര്യമുണ്ടാകുന്ന ഒരു സംവിധാനം. ഇസ്ലാം അതിനെതിരല്ല. യഥാർത്ഥത്തിൽ മാനവികമായ ഗ്ലോബലൈസേഷൻ ലോകത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുത്തത് ഇസ്ലാമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 8-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്ത് ലോകവ്യാപകമായി നിലനിന്ന മിഡീവൽ ഗ്രീൻ റെവല്യൂഷൻ എന്ന് ചരിത്രകാരന്മാർ എഴുതി വച്ചിട്ടുള്ള മധ്യകാല ഹരിത വിപ്ലവം എന്ന് എഴുതി വെച്ചിട്ടുള്ള വിപ്ലവം, അഥവാ ലോകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് പരസ്പരം കൊള്ളക്കൊടുക്കകൾ നടത്തി, കച്ചവടം നടത്തി, നീതിനിഷ്ഠമായ കച്ചവടം എങ്ങനെ നടത്തണമെന്ന് കൃത്യമായി കാണിച്ചു കൊടുത്ത ഇസ്ലാമിക ആദർശം, പ്രായോഗികമായി കാണിച്ചു കൊടുത്ത ഇസ്ലാമിക ആദർശം, യഥാർത്ഥത്തിലുള്ള ഗ്ലോബലൈസേഷൻ അതായിരുന്നു. എന്നാൽ ഇന്നത്തെ ഗ്ലോബലൈസേഷൻ്റെ പിന്നിലുള്ള ചില അടിസ്ഥാനപരമായ ചതികൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് എന്തുകൊണ്ടാണ് അവിടെയും ഇസ്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇന്നത്തെ ഗ്ലോബലൈസേഷൻ്റെ പിന്നിലുള്ള ചതി നേരത്തെ വിഷയം നമ്മൾ അപഗ്രഥിച്ചതുപോലെ അപഗ്രഥിക്കപ്പെടേണ്ടതുണ്ട്. ഇപ്പോൾ ഇത്രമാത്രം നമ്മളറിയുക ലോകത്തുള്ള പ്രകൃതിജന്യ വസ്തുക്കൾ, അത് വെള്ളമാണെങ്കിലും അതേപോലെ മറ്റ് കാർഷികോൽപ്പന്നങ്ങളാണെങ്കിലും എണ്ണയാണെങ്കിലുമല്ല, മുതലാളിത്ത രാജ്യങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും അതിന് പകരം ലോകത്തെല്ലായിടത്തും അവർക്ക് ആവശ്യമില്ലാത്ത എന്നാൽ ആവശ്യമെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ഉള്ള വസ്തുക്കളെ വിപണനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പച്ചയായ പേരാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ പ്രയോഗക്ഷമമായത് 1995 ജനുവരി മാസം 1-ാം തീയതി ഗാട്ട് എന്നറിയപ്പെടുന്ന ജനറൽ അഗ്രിമെന്റ് ഫോർ താരിഫ്സ് ആൻഡ് ട്രേഡിംഗ് എന്നറിയപ്പെടുന്ന അഗ്രിമെൻ്റ് രൂപവൽക്കരിക്കപ്പെട്ടതോടുകൂടിയാണ്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയല്ല, മറിച്ച് ഓയിൽ പൊളിറ്റിക്സ് ആണിന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഗ്ലോബലൈസേഷൻ എന്ന പേരിൽ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രക്രിയയുടെ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ എണ്ണ നിലനിൽക്കുന്ന രാജ്യങ്ങളിൽ തങ്ങളുടെ അധിനിവേശത്തിന് സാധ്യതമല്ലാത്തൊരവസ്ഥാവിശേഷം നിലനിൽക്കുകയും ആ രാജ്യങ്ങളിൽ തങ്ങൾക്ക് ഇടപെടുവാൻ അവസരമുണ്ടാകണമെങ്കിൽ അവിടങ്ങളിൽ എന്തെങ്കിലും രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ ഉണ്ടാകണമെന്നത് സാമ്രാജ്യത്വത്തിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ പ്രശ്നക്കാരായി തീരുക എന്നത് സാമ്രാജ്യത്വത്തിൻ്റെ ആവശ്യമാണ്. അതിന് പറ്റിയ രൂപത്തിൽ നേരത്തെ പറഞ്ഞ മീഡിയയെ തന്നെ അഡ്വർടൈസ്മെൻറ്റിലൂടെ മനുഷ്യ മനസ്സുകളെ തങ്ങളുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയ മീഡിയയെ തന്നെ മുതലാളിത്തം വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിൻ്റെ ഫലമായി മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളല്ലാത്തവരെയും രണ്ട് തലത്തിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ സങ്കല്പങ്ങൾ ഉണ്ടാക്കുന്നു. ഇസ്ലാം ഭീകരമാണ് എന്നൊരു സങ്കല്പം, ഇസ്ലാം പ്രാകൃതമാണ് എന്നുള്ളൊരു സങ്കല്പം ആധുനിക സമൂഹത്തിലെ മനുഷ്യർക്കൊന്നും തിരിഞ്ഞു നോക്കാൻ സാധ്യമല്ലാത്തത്രയും വികൃതമാണ് ഇസ്ലാമിൻ്റെ മുഖം എന്നുള്ള സങ്കല്പം. ഇത് ഒരു തലത്തിൽ അത്തരമൊരു മുഖം ഇവർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മുസ്ലിങ്ങളെ തങ്ങൾക്ക് അനുകൂലമായ രൂപത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുവാനും മീഡിയ ഉപയോഗിച്ച് ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിലൊന്ന്, മുസ്ലിങ്ങൾക്ക് രക്ഷ വേണമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് അവരുടെ അസ്തിത്വം സംരക്ഷിക്കണമെങ്കിൽ, മുസ്ലിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി ജീവിക്കണമെങ്കിൽ ആയുധമെടുക്കുകയല്ലാതെ കലാപത്തിൻ്റെ മാർഗമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് പഠിപ്പിക്കുന്നതിന് വേണ്ടി മീഡിയ അതിൻ്റെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു. അതിന് ഉദാഹരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽപ്പെടാത്ത ആളുകൾക്ക് ഇവിടെ ഒരു ആധുനിക സമൂഹത്തിൽ മുസ്ലിമായി നിലനിൽക്കണമെങ്കിൽ അവൻ എക്സ്ട്രാ സെക്കുലറിസ്റ്റ് ആകാതെ നിർവാഹമില്ല എന്നുള്ള ബോധമുണ്ടാക്കുന്നു. ഇവിടെ ഈ സംസ്കാരത്തിന് ഈ സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ മതം കേവലം നിങ്ങളുടെ മേൽവിലാസം മാത്രമായി നിലനിൽക്കുകയും യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരാദർശമായി മതം നിലനിൽക്കാത്ത അവസ്ഥയുണ്ടാവുകയും വേണം. എക്സ്ട്രാ സെക്കുലറിസം നമുക്ക് വേണമെങ്കിൽ ഒരു സങ്കല്പനത്തെക്കുറിച്ച് പറയാം. ഇങ്ങനെ രണ്ടാമത് എക്സ്ട്രാ സെക്കുലറിസ്റ്റുകളാക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമം, മൂന്നാമത്തേതാകട്ടെ ഇസ്ലാമിനെയും പ്രവാചകനെയും കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടാക്കിക്കൊണ്ട്
ഇസ്ലാമിക വിരുദ്ധരാക്കി, മുസ്ലിം വിരുദ്ധരാക്കി, ആദർശ വിരോധികളാക്കി മുസ്ലിങ്ങളെ മാറ്റുക എന്നുള്ള പരിശ്രമം, ഈ 4 പരിശ്രമങ്ങളും അഥവാ മുസ്ലിങ്ങളല്ലാത്തവരെ ഇസ്ലാമിനെ പ്രാകൃതവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്ന പരിശ്രമവും മുസ്ലിങ്ങളെ ഈ 3 വിഭാഗത്തിൽ ഒന്നുകിൽ ഭീകരവാദികളോ അതല്ലെങ്കിൽ എക്സ്ട്രാ സെക്കുലറിസ്റ്റുകളോ അതല്ലെങ്കിൽ മതവിരുദ്ധരോ ആക്കുക എന്ന പ്രവർത്തനത്തിനും യഥാർത്ഥത്തിൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആധുനിക കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയവും മതവും സമകാലിക സമൂഹത്തിൻ്റെ. ഇവിടെയാണ് നമ്മുടെ നിലപാട് എന്താകണമെന്നുള്ള ചോദ്യം ഉടലെടുക്കുന്നത്. ഇന്ന് ലോകത്തിൻ്റെ സംസ്കാരവും മതവും രാഷ്ട്രീയവും തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെയും തലച്ചോറിനകത്തേക്ക് വന്നിടിക്കുന്ന മീഡിയ നൽകുന്ന വിവരങ്ങളാണ് എങ്കിൽ ഇന്ന് ലോകത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണെങ്കിലും മതപ്രസ്ഥാനങ്ങളാണെങ്കിലുമെല്ലാം അവരുടെ അജണ്ട നിശ്ചയിക്കുന്നത് മീഡിയയാണെങ്കിൽ അതിൽ നിന്ന് മാറി നിന്ന് നമ്മുടെ അജണ്ട മീഡിയ നിശ്ചയിക്കാത്ത ഒരവസ്ഥാവിശേഷം ഉണ്ടാകണം. അതിന് സമാന്തര മീഡിയ എന്നല്ല പറയുക, സമാന്തര സംസ്കാരം എന്താണ്? ആ സംസ്കാരം ഇസ്ലാമിൻ്റെ പക്ഷത്ത് മാത്രമേയുള്ളൂ. ഇവിടെ നമ്മുടെ പ്രമേയത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ പലരും പറഞ്ഞു ഇൻഫർമേഷൻ കേവലമായ വിവരങ്ങൾ വിജ്ഞാനമായി മാറണം, അറിവായി മാറണം. ആ അറിവായി മാറണമെങ്കിൽ അവിടെ തിരിച്ചറിവുണ്ടാക്കണം. ആ തിരിച്ചറിവുണ്ടാക്കാൻ എന്തിനാണ് കഴിയുക എന്ന ചോദ്യമുണ്ട്. അവിടെ ഉയർന്നു നിൽക്കുന്ന 2 ദീപസ്തംഭങ്ങൾ മാത്രമേ ലോകത്തിൻ്റെ മുന്നിലുള്ളൂ. അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന ദീപസ്തംഭങ്ങളാണ്. ആ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന ദീപസ്തംഭങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചും തെറ്റായി പറഞ്ഞുകൊടുത്തും തെറ്റായി പ്രയോഗവൽക്കരിക്കുവാൻ എന്ന് വരുത്തി തീർക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും പ്രയോഗവൽക്കരിച്ച് ലോകത്തിൻ്റെ മുന്നിൽ യശോധവളമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടി സാധിച്ച ആദിമ സമൂഹത്തിൻ്റെ മൻഹജിൽ ആദിമ സമൂഹം എങ്ങനെയാണോ പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും മനസ്സിലാക്കിയത് അതേപോലെ മനസ്സിലാക്കുക എന്ന ആശയത്തിനേറെ പ്രസക്തിയുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്ന പരിശുദ്ധ ഖുർആനെയും തിരുസുന്നത്തിനെയും ആദിമ സമൂഹം മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കുകയും പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള അജണ്ടകൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിശ്ചയിച്ച അജണ്ടകൾ, ആ അജണ്ടകൾ നടപ്പാക്കുവാൻ ശ്രമിക്കുകയും എന്ത് അജണ്ട തന്നാലും ആ അജണ്ടയെ തൃണവൽഗണിച്ച് തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷത്തിന് മുസ്ലിം സമൂഹത്തിന് സാധിക്കുമ്പോൾ ഇവിടെ നാം യഥാർത്ഥത്തിലുള്ള ദൗത്യത്തിലേക്കുള്ള തിരിച്ചുപോക്കായിരിക്കും അത്. അതുകൊണ്ട് തന്നെയാണ് സഹോദരന്മാരെ ആ തിരിച്ചുപോക്ക് ഈ മുതലാളിത്തത്തിൻ്റെ ശൃംഖല ബുദ്ധിയിലുള്ള ആളുകൾ ഭയപ്പെടുന്നത് കൊണ്ടാണ് സലഫി പ്രസ്ഥാനം അവരുടെ കണ്ണിലെ കരടായി തീരുന്നത്. ലോകത്ത് ഭീകരവാദം കടന്നു വന്ന സമയങ്ങളിലെല്ലാം ഈ പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ ഈ രൂപത്തിൽ ജനങ്ങളെ ബോധവൽക്കരിച്ച പണ്ഡിതന്മാർ സമൂഹത്തെ ബോധവൽക്കരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. പക്ഷേ ഭീകരവാദം അതിന് പല രൂപഭാവങ്ങളിൽ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട സമയങ്ങളിലെല്ലാം ഈ പ്രസ്ഥാനത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, സലഫിയത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുതലാളിത്ത മീഡിയ ഇവരാണ് ഭീകരവാദികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ കേരളത്തിലേക്കും അത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ ദൗത്യം പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഏത് രൂപത്തിലാണോ ഈ സമൂഹത്തിന് യഥാർത്ഥത്തിലുള്ള വിമോചനത്തിൻ്റെ ദർശനം പഠിപ്പിക്കുന്നത് അതേ ദർശനം നമ്മുടെ സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്ന ദൗത്യമാണ് നമുക്ക് നിർവഹിക്കുവാനുള്ളത്. ഇസ്ലാമിനെ തമസ്കരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ലോകവ്യാപകമായി നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇസ്ലാമിക ആദർശത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ചുവ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഈ ആദർശത്തിലേക്ക് മാറി വരുന്ന ആളുകളുടെ എണ്ണം മുതലാളിത്ത ലോകത്തെ വല്ലാതെ അമ്പരപ്പിക്കുകയാണ്. രണ്ടാഴ്ചകൾക്ക് മുമ്പാണ് നേപ്പാളിലെ ഒരു പ്രഗത്ഭ നടിയായിരുന്ന ശരീരം മുഴുവനും പ്രദർശിപ്പിക്കുക എന്ന മുതലാളിത്തം വെച്ച് വിളമ്പിക്കൊടുത്ത പെൺവിമോചനത്തെ യഥാരൂപത്തിൽ പ്രയോഗവൽക്കരിച്ചുകൊണ്ട് 3 വിവാഹങ്ങൾ നടക്കുകയും ആ 3 വിവാഹങ്ങളും പരാജയപ്പെടുകയും ശരീര സൗന്ദര്യത്തിൻ്റെ പ്രദർശനത്തിലൂടെ നേപ്പാൾ സിനിമയെ ഏറെ ജാഗരം കൊള്ളിക്കുകയും ആവേശം കൊള്ളിക്കുകയും നേപ്പാളിലെ യുവത്വത്തിൻ്റെ ഏറ്റവും
കഥാപാത്രമാവുകയുമെല്ലാം ചെയ്തിരുന്ന പൂജാലാമ എനിക്ക് യഥാർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് മനസ്സിലായത് എന്ന് പറഞ്ഞ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് അംന ഫാറൂഖിയായി മാറിയപ്പോൾ നേപ്പാളിലെ മാധ്യമങ്ങളുടെ തലക്കെട്ടെന്തായിരുന്നു എന്ന് നമ്മളറിയണം. ഫ്രം ഷോ ഇറ്റ് ഓൾ ടു ഹൈഡ് ഇറ്റ് ഓൾ അതായിരുന്നു തലക്കെട്ട്. എല്ലാം കാണിക്കുന്നതിൽ നിന്ന് എല്ലാം മറക്കുന്നതിലേക്ക് പൂജാലാമയുടെ പ്രയാണമെന്ന്. ഞാനിത് പറയുന്നത് സഹോദരങ്ങളെ, ഇസ്ലാമിനെ തമസ്കരിക്കുവാനുള്ള സകല ശ്രമങ്ങളെയും അതിജയിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിൻ്റെ വെളിച്ചം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രബോധനം നടത്തുന്ന ആളുകളുടെ ആ വെളിച്ചത്തിലേക്ക് ആളുകൾ ആകർഷിക്കപ്പെട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, കേരളത്തിലും അതേ പ്രതിഭാസങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രണയത്തെ ജിഹാദുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭീകരനായി അവതരിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ പല രൂപത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ, സാധാരണക്കാർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, മാധ്യമങ്ങൾക്കിടയിൽ, ബുദ്ധിജീവികൾക്കിടയിലെല്ലാം പ്രചാരണങ്ങൾ വ്യാപകമാകുകയാണ്. ഇവിടെ ഇതാ നമ്മിൽ നിന്ന് സമൂഹം ആവശ്യപ്പെടുക, ഇസ്ലാം ആവശ്യപ്പെടുക ഒരു ദൗത്യമുണ്ട്. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയബല്ലാഹു ഇല്ലാ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. അതേ, അവർ അല്ലാഹുവിൻ്റെ പ്രകാശത്തെയാണ് അവരുടെ നാവ് കൊണ്ട്, വായ കൊണ്ട് ഊതിക്കെടുത്താവത് ആഗ്രഹിക്കുന്നത്. ഇല്ല കേട്ടോ, അല്ലാഹു അവൻ്റെ പ്രകാശത്തെ പൂർത്തീകരിക്കാതെ വിടുകയില്ല. സത്യനിഷേധികൾ എത്ര വെറുത്താലും ശരി. അതേ, അല്ലാഹുവിൻ്റെ വാഗ്ദാനമാണത്. നാം ഓർക്കുക, നമ്മുടെ കൈകളിലുള്ളത് അല്ലാഹുവിൻ്റെ പ്രകാശം തന്നെയാണോ? പലരും അള്ളാഹുവിൻ്റേതാണ് എന്ന് കരുതി പല പ്രകാശങ്ങളെയും പല മെഴുകുതിരികളെയും ഉയർത്തിക്കാണിച്ച് ലോകത്തിൻ്റെ കൊടുങ്കാറ്റുകൾക്ക് മുന്നിൽ അത് കെട്ടുപോകുമ്പോൾ ഇതാ ഇസ്ലാം തകർന്നു പോയി എന്നും ഇസ്ലാം ആകെ പ്രശ്നത്തിലായി എന്നും പ്രതിസന്ധിയിലായി എന്നുമെല്ലാം ഏറെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നാം ചിന്തിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും സലഫുകൾ മനസ്സിലാക്കിയ മാർഗത്തിൽ മനസ്സിലാക്കുക എന്ന അള്ളാഹുവിൻ്റെ പ്രകാശം, അള്ളാഹു പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ പ്രകാശം, അള്ളാഹു കെടാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ പ്രകാശം, അത് നമ്മുടെ കൈകളിലുണ്ടോ എന്നാണ്. അറിവ് സമാധാനത്തിന് എന്ന പ്രമേയം ഈ 2 ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ട് ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈ വെളിച്ചവുമായി നാം കടന്നു ചെല്ലുമെങ്കിൽ നമ്മെ സമൂഹത്തിന് ആവശ്യമുണ്ട്, നമ്മെ ലോകത്തിന് ആവശ്യമുണ്ട്, പീഡിത സമൂഹങ്ങൾക്ക് ആവശ്യമുണ്ട്, ജീവിതത്തിൻ്റെ അർത്ഥമന്വേഷിക്കുന്ന എല്ലാവർക്കും നമ്മെ ആവശ്യമുണ്ട്. അതേ, ജീവിതത്തിൻ്റെ അർത്ഥമന്വേഷിക്കുന്ന ആളുകൾക്ക് ആ ആവശ്യം നിർവഹിക്കുവാൻ യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള പ്രചാരകരായി തീരാൻ നാം പരിശ്രമിക്കുക. ആ സമകാലിക സമൂഹം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് അതാണ്. സമകാലിക സമൂഹത്തിലെ സകല പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരം അതാണ്. അത് മനസ്സിലാക്കുക, അറിയുക, അറിയിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹൃദവാന.